ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് ഈ ഒരാഴ്ച നിഫ്റ്റി വോളറ്റിലായ ഒരാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. അവസാനം വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നിപ്പോൾ ഉള്ളത്. TCSൻ്റെ റിസൾട്ടായിരുന്നു നമ്മൾ കാത്തിരുന്നത്. റിസൾട്ട് വന്നു. അതിനുശേഷം റിയാക്ട് ചെയ്യപ്പെടുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. US മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ US നാസ്ഡാക്ക് 18 പോയിൻ്റ് ഇടിഞ്ഞു, ഡോ 244 പോയിൻ്റ് ഇടിഞ്ഞു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിരുന്നു. FTSE UK മാർക്കറ്റ് നെഗറ്റീവ്, ഫ്രാൻസ് മാർക്കറ്റ് നെഗറ്റീവ്, ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്. കൊറിയ പോസിറ്റീവാണ്, എന്നാൽ ചൈന ഇടിവിലാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ ഉയർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ്, സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. കാരണം US ലിസ്റ്റ് ചെയ്ത ചൈനീസ് കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ വിസിബിളാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ Q2 റിസൾട്ട് കാലഘട്ടമാണ്. റിസൾട്ടിന് മുന്നോടി തന്നെ IT കമ്പനീസ് ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് TCSും ഉൾപ്പെടെയുള്ള IT കമ്പനീസിൻ്റെ ഒരു മികവോടെയാണ് നിഫ്റ്റിക്ക് 25,000-ന് മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ, ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. NTPC ഗ്രീൻ കമ്പനി ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു 15 ജിഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു സോളാർ പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. റൈറ്റെയിൽ കമ്പനി അവർക്ക് ഈ സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ ലഭിച്ചു. അഫ്കോൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, 576 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. രാംകോ സിസ്റ്റം IT കമ്പനിയാണ്, അവർക്കും ഒരു ഓർഡർ ലഭിച്ചു. നാറ്റ്കോ ഫാർമ കമ്പനി അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. സുബെക്സ് കമ്പനി നെതർലാൻഡിൽ നിന്നൊരു ഓർഡർ ലഭിച്ചു. 5 പൈസ 21 കോടി രൂപയിൽ നിന്ന് 95 ലക്ഷം രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. ലോയിഡ് എഞ്ചിനീയറിംഗ് കമ്പനി അവർ ഫ്ലൈ ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് ഡ്രോൺ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ധാരണയായി. അപ്ടെക് കമ്പനി 24 കോടി രൂപയുടെ ഓർഡറുകൾ അപ്ടെക്കിന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.